വെൽക്കം ബാക്ക്. ഖത്തർ നാഷണൽ സ്പോർട്സിലാണ് ഇന്ന്. അതുകൊണ്ട് തന്നെ ഖത്തറിന്റെ ഒരുവിധ ഏരിയകളിലെല്ലാം സ്പോർട്സ് ആക്ടിവിറ്റീസ് നടക്കുന്നുണ്ട്. അതുകൊണ്ട് നമ്മൾ രാവിലെ തന്നെ ഇറങ്ങിയിട്ടുണ്ട്. നമ്മൾ ആദ്യം തന്നെ നമ്മൾ തൊട്ടടുത്തുള്ള കൊടവാർ എന്ന റെസ്റ്റോറന്റ് നല്ലൊരു ചായ പറഞ്ഞ് വർഷമിൽക്കൂടെ ചായ കുടിച്ച് നമ്മൾ മുന്നോട്ട് പോകുന്നാക്കിയിട്ടുണ്ട്. ബ്രേക്ക്ഫാസ്റ്റിന് സമയം അതുകൊണ്ട് നമ്മൾ സ്നാക്സ് കഴിച്ച് അഡ്ജസ്റ്റ് ചെയ്ത് നമ്മൾ പെട്ടെന്ന് സ്കിപ്പ് ചെയ്ത് തൊട്ടടുത്തുള്ള റവാബിയിൽ മാരത്തൺ റൺ നടക്കുന്നുണ്ട്. റണ്ണ് കാണാനായിട്ട് പോകാൻ നമ്മൾ അവർ ജോയിൻ ചെയ്യണമെന്നുണ്ടായിരുന്നു. പക്ഷെ നമുക്ക് ജോയിൻ ചെയ്യാൻ പറ്റിയില്ല. നമ്മൾ കുറച്ച് ലേറ്റ് ആയതോട് കൂടി തന്നെ അവർ സ്റ്റാർട്ട് ചെയ്തിട്ട് നമ്മൾ അവിടെ നിന്ന് പെട്ടെന്ന് സ്കിപ്പ് ചെയ്ത് അടുത്ത ലൊക്കേഷനിലേക്ക് പോവാണ്. നമ്മൾ നേരെ പോയത് ആസ്പെർ സോണിൽ പോയി. ആസ്പെറിൽ പോയപ്പോൾ അവിടെ ഇവന്റ്സ് ഒന്നും സ്റ്റാർട്ട് ആയിട്ടില്ല. നമ്മളിത് ലൊക്കേഷനിൽ എത്തിയിട്ടുണ്ട്. എല്ലാ ഗേറ്റ്സും കാര്യങ്ങളൊക്കെ എല്ലാം കൊണ്ടും സെറ്റാണ്. തൊട്ടടുത്ത് തന്നെ ആഫ്രിക്കൻ കമ്മ്യൂണിറ്റിയിലുള്ള ആളുകൾ എക്സസൈസ് നടക്കുന്നുണ്ട്. നമ്മൾ ജസ്റ്റ് അവരെ കൂടെ ഒന്ന് ജോയിൻ ചെയ്ത് അവിടെ നമ്മൾ സ്കിപ്പ് ചെയ്ത് പോകുന്നത് നമ്മൾ ഏഷ്യൻ ടൗണിലേക്കാണ് നമ്മൾ പോയത്. നമ്മൾ ഏഷ്യൻ ടൗണിന്റെ ക്രിക്കറ്റ് സ്റ്റേഡിയത്തിന് പുറത്ത് നോക്കുമ്പോൾ ഒരുപാട് ആളുകൾ എക്സസൈസ് ചെയ്യുന്നുണ്ട്. എല്ലാവരും നമ്മൾ ലേറ്റ് ആയതുകൊണ്ട് നമ്മൾ എക്സസൈസിൽ ജോയിൻ ചെയ്യാൻ പറ്റില്ല. ആസാദ് പറഞ്ഞ പോലെ തന്നെ ആദ്യം തന്നെ ഈ ദഫൂട്ട് കണ്ടോടുകൂടി തന്നെ ഇവിടെ നബിദിന പ്രോഗ്രാം നടക്കുന്ന പോലെ തന്നെ അവർക്ക് ഫീൽ ആയതുകൊണ്ട് നബിദിന പ്രോഗ്രാം നമ്മൾ ചിരിച്ചത്. തൊട്ടടുത്ത് തന്നെ ബ്രേക്ക്ഫാസ്റ്റിന് സമയത്തോടെ തന്നെ നമ്മൾ ക്യൂ നിന്ന് നമ്മൾ നല്ല ഉപ്പമാവും അതുപോലെ തന്നെ പഴവും ചായയെല്ലാം കിട്ടി നമ്മൾ സൈഡിൽ പോയിട്ട് നല്ല അടിച്ച് ആസാദ് അടിപൊളിയായിട്ട് നല്ല കഴിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. ഖത്തർ നാഷണൽ സ്പോർട്സിന്റെ ഭാഗമായിട്ട് ഖത്തർ ക്യാമ്പ് നടത്തിയ പ്രോഗ്രാമാണ്. ഷൂട്ടൌട്ട് മത്സരം സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. കിഡ്സിന്റെ അഡ്വാൻറ്റേജ് പരിപാടിയാണ്. പെട്ടെന്ന് ആസാദിനെ കാണില്ല. ആസാദിനെ തരം നോക്കിയപ്പോൾ ആസാദ് ജിമ്മിൽ നിന്ന് യഥാർത്ഥത്തിൽ വരുന്നതാണ് ടോയ്ലറ്റ് പോകുന്ന സംഭവം. കുറച്ചുകൂടി സമയം കഴിഞ്ഞപ്പോൾ വടംവലിന്റെ കയറായിട്ട് ഒരാൾ വരുന്നത്. വടംവലി മത്സരം നടക്കുന്നുണ്ട്. കോഴിക്കോട് മലപ്പുറം വാശിയേറെ മത്സരം നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്. ഒരു രക്ഷ ഇഞ്ചോടുള്ള മത്സരം കോഴിക്കോട് വിട്ടുകൊടുക്കുന്നില്ല. വാശിയേറെ മത്സരം അവസാനത്തെ മലപ്പുറത്തിന്റെ മുന്നിൽ കോഴിക്കോട് വീണ് മലപ്പുറം വിജയിച്ച ആഹ്ലാദ പ്രകടനവും കൂടെ തന്നെ ഉണ്ട്. തൊട്ടരികിൽ തന്നെ അതാ നല്ല അടിപൊളിയായിട്ടുള്ള മുട്ടിപ്പാട്ട്. ഒന്നും പറയാനുള്ള ഖത്തർ നാഷണൽ സ്പോർട്സിന്റെ KMCC ഖത്തർ അടിച്ച് താമർത്തിയിരിക്കുന്നത്. ഖത്തർ നാഷണൽ സ്പോർട്സിലേക്ക് ഖത്തർ KMCC കൊടുക്കുന്ന അവസാന പ്രോഗ്രാം മാർച്ച് ഫാസ്റ്റ് കളർഫുൾ ആയിട്ടുള്ള മാർച്ച് ഫാസ്റ്റ് സ്റ്റാർട്ട് ആയിട്ടുണ്ട്. ഓരോ ഡിസ്ട്രിക്ട് അടിസ്ഥാനത്തിൽ മാർച്ച് ഫാസ്റ്റ് സ്റ്റാർട്ട് ആയിട്ടുണ്ട്. കോൽക്കളി അതുപോലെ തന്നെ ദഫ്മുട്ട് അങ്ങനെ പല പല ഇവന്റുകൾ ബാക്കിൽ വന്നുകൊണ്ടിരിക്കുന്നത്. കണ്ണൂർ, കാസർഗോഡ്, മലപ്പുറം, തൃശ്ശൂർ അങ്ങനെ എല്ലാ ഡിസ്ട്രിക്റ്റിലും ഉണ്ട്. നല്ല അടിപൊളിയായിട്ടുള്ള കലാകായിക പരിപാടികൾ മാർച്ച് ഫാസ്റ്റിൽ അരങ്ങേറുന്നുണ്ട്. ഒരു രാജ്യം സ്പോർട്സിന്റെ ഒരു ഡേ ആയിട്ട് പ്രഖ്യാപിച്ച് അന്നത്തെ ദിവസം പബ്ലിക് ഹോളിഡേ ആയിട്ട് പ്രഖ്യാപിച്ച ഏക രാജ്യം ലോകത്തിൽ തന്നെ ഖത്തറാണ്. അതുകൊണ്ട് തന്നെ നമ്മൾ ആ ഒരു ദിവസം അടിപൊളിയായിട്ട് എൻജോയ് ചെയ്യണം. അതുകൊണ്ടാണ് നമ്മൾ ലൈഫിൽ നമ്മൾ ഫസ്റ്റ് ടൈമാണ് ഖത്തറിൽ വന്നിട്ട് ഖത്തർ KMCCന്റെ കൂടെ ഈ ഒരു ഇവന്റ് ആഘോഷിക്കുന്നത്. എല്ലാ തവണയും ഖത്തർ KMCC വിപുലമായിട്ട് നടത്തുന്നുണ്ട്. അതിൽ വളരെ സന്തോഷം. നമ്മൾ ഈ ഒരു സ്നാക്സോട് കൂടി നമ്മൾ കഴിച്ചു വിടുന്ന ഇറങ്ങാണ്. സ്പോർട്സിന്റെ ഭാഗമായിട്ട് നമ്മൾ മോർണിംഗിൽ ഇവന്റ് എല്ലാം കഴിഞ്ഞ് വൈകിട്ട് ഇറങ്ങിയിട്ടുണ്ട്. വൈകിട്ട് സൈക്ലിങ്ങിന് ഇറങ്ങി. തുടർന്ന് നൈറ്റ് ആയപ്പോൾ നമ്മൾ റിയാസ്ക്ക് വന്നിട്ടുണ്ട്. റിയാസ്ക്ക് ചിക്കനൊക്കെ ഗ്രില്ല് ചെയ്യണമെന്ന് പറഞ്ഞപ്പോൾ നമ്മൾ നല്ല ബീച്ചിലേക്ക് പോയി ചിക്കനൊക്കെ ചൂടാൻ വേണ്ടി പോകുന്നത്. സെമൈസിമ ബീച്ചിലെത്തി. ഗ്രില്ലിങ്ങിനുള്ള സെറ്റപ്പ് ഒക്കെ തുടങ്ങിയിട്ടുണ്ട്. ബീച്ചിലൊന്നും സ്പോർട്സിലായതുകൊണ്ട് തന്നെ ആരും ഇല്ല. സ്പോർട്സിലെ കാരണം തന്നെ സ്പോർട്സ് ആക്ടിവിറ്റീസിൽ എല്ലാവരും പോയിട്ടുണ്ടാവും. നെസമോൾ ഇതാ ചിക്കൻ ഗ്രില്ലിനായിട്ട് വെയിറ്റ് ചെയ്തിരിക്കണം. നമ്മൾ ചിക്കൻ ഇതാ ഗ്രില്ലിൽ ഇട്ടിട്ടുണ്ട്. സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. ഒരു 10 മിനിറ്റ് കൊണ്ടാണ് ചിക്കനൊക്കെ റെഡി ആയി സെറ്റ് ചെയ്താൽ നല്ല അടിപൊളിയായിട്ടുള്ള സ്മെല്ലൊക്കെ വന്നു തുടങ്ങിയിട്ട് നമ്മൾ ഇതാ കുക്കിംഗ് കഴിഞ്ഞ് നമ്മൾ ചിക്കൻ കഴിക്കാനുള്ള തയ്യാറെടുപ്പിലാണ്. നമ്മളത് കൂടെ തന്നെ നോമോളൊക്കെ ഉണ്ട്. ചെറിയ രീതിയിലുള്ള പാഴ്ചകളൊക്കെ ചിക്കൻ ഉണ്ടെങ്കിലും നല്ല അടിപൊളി ടേസ്റ്റി ഫുഡായിരുന്നു. അപ്പോൾ ഈ രീതിയിലൊക്കെ ഖത്തർ നാഷണൽ സ്പോർട്സിലെ 25 കാഴ്ചകൾ. അപ്പോൾ സീ യു ബൈ.